ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുംഭഭരണിയുടെ തലേ ദിവസമാണ് കേട്ടോ. 18:30 വേല എന്നാണ് പറയുക. ഒരുപാട് അമ്പലങ്ങളിൽ ഉത്സവമുള്ള ദിവസമാണ് കുംഭഭരണി. ആദ്യം ഞങ്ങൾ വന്നത് വന്നേരിയുള്ള കുറച്ചനാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ്. അവിടെ ഗാനമേളയായിരുന്നു തലേ ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന് കുറേ പാട്ടൊക്കെ കേട്ടു. പിന്നെ ഞങ്ങൾ പോയത് കപ്ലയങ്ങാട് അമ്പലത്തിലേക്കാണ് കേട്ടോ. അവിടെ പൂമാത എന്ന് പറയുന്ന ഒരു നാടകമാണ് ഉണ്ടായിരുന്നത്. കുറച്ച് സമയം ഇതുപോലെ ഞങ്ങൾ അവിടെ നിന്ന് നാടകമൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പൂരപ്പറമ്പ് മൊത്തം നടന്ന് കറങ്ങലാണ് കേട്ടോ. അങ്ങനെ ഓരോരോ ഷോപ്പിലും എന്തൊക്കെയാണുള്ളതെന്ന് വില ചോദിക്കും, ഇറങ്ങും, അങ്ങനെ തന്നെ. കമ്മലിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ചെറിയൊരു വലിവ് കിട്ടും അങ്ങോട്ട്. പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് കമ്മലൊക്കെ നോക്കിയിട്ട് എല്ലാ കമ്മലിനും 50 രൂപയായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് കമ്മൽ ഓൾറെഡി കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഒക്കെ എൻ്റെ കയ്യിലുള്ള മോഡൽസ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാലും മാക്സിമം ഇല്ലാത്ത 1-2 മോഡൽ ഞാൻ അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. 50 രൂപയായിരുന്നു. നല്ല കമ്മലാണ് കേട്ടോ. അപ്പോൾ 2 കമ്മലാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. മാല ജസ്റ്റ് നോക്കി, പക്ഷെ മാലയൊന്നും മേടിച്ചില്ല. അങ്ങനെ 2 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്മൽ കിട്ടിയ ഒരു സന്തോഷമാണ് ഇപ്പോൾ നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റ് കോളിഫ്ലവർ ഫ്രൈ ആണ് മേടിച്ചത്. പിന്നെ മേടിച്ചത് ഒരു തണ്ണിമത്തൻ ജ്യൂസാണ്. നല്ല ദാഹം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലേറ്റ് ഫില്ല് തരണോ? പ്ലേറ്റ് ഫില്ല് തരണോ? പോരെ ഇതിലുണ്ടായിരുന്നൊക്കെ ഇവിടെ അതുകൊണ്ടില്ലേ. മൂന്നാമത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലം തന്നെയായിരുന്നു കേട്ടോ. തിയേറ്റർ എന്ന് പറയും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി. അവിടെ അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഇങ്ങനെ അവിടെയുള്ള നാട്ടുകാരുടെ തന്നെ പ്രോഗ്രാംസ് ആയിരുന്നു അന്ന് തലേ ദിവസം. തിരുവാതിരക്കളി അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതുപോലെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ പോകുന്നു കേട്ടോ.